Hello guys, welcome back to Free Fire Match Part. Match ഇത് പാർട്ട് 26 ആണ് ഗൈസ്. ഏതൊരു ബ്രോ ഇട്ടൊക്കെയുണ്ട് എൻ്റെ ഇത് കുറവ്. ഒരു ബ്രോ പറഞ്ഞായിരുന്നു ഈ സാനിനോ ക്യാരക്ടറിനെ വെച്ചിട്ട് ലോൺ വൂൾഫ് കളിക്കാം ഒറ്റയ്ക്ക്. ബ്രോ കമൻറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും കളിക്കുന്നതായിരിക്കും. പിന്നെ ഇത് പ്രാന്തുള്ള ക്യാരക്ടർ എന്തോ ആണെന്ന്. പ്രാന്തുള്ള ക്യാരക്ടർ ഞാൻ എന്തായാലും പ്രാന്തായ കണക്കായിരിക്കും കളിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി പ്രാന്തുള്ള ക്യാരക്ടറാണെന്ന് പറഞ്ഞ് ഒരു ബ്രോ ഒന്ന് കണ്ടിട്ടു. പിന്നെ കുറച്ച് ഒരു ബ്രോ സിക്ക് ഗെയിമർ വന്ന് റിക്വസ്റ്റ് ഇട്ടായിരുന്നു. പക്ഷേ ആ ബ്രോയിൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇസ് ഫുള്ളെന്ന് കാണിച്ചു. അതല്ലേ എനിമി, അത് ഓറിയോണ് എൻ്റെ ക്യാരക്ടർ. കൊന്നു ഈ AW വെച്ച് കളിക്കുന്നത് ഭയങ്കര പണിയാണ്. പ്രോയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്നെക്കാട്ടി കുറച്ചുകൂടെ ഉള്ളവർക്കെല്ലാം പറ്റും. എനിക്ക് പക്ഷേ ഭയങ്കര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. മിസ് അത് വിടുന്നു കൊണ്ടില്ല. ആ പോടാ മാഡ് അതെന്താ കൊള്ളാത്ത ചിരി പീറ്റർ ദ ചീറ്റർ. അവനെന്തേ കൊണ്ടില്ല. ഇതുണ്ട് കുഴപ്പമില്ല. ഇനി അവനെ ഇത് കണ്ടില്ല. ഇത് ഭയങ്കര പാടാണ് ഗൈസ്. അവൻ നല്ല തട്ടിക്കുട്ടി കളിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഇത് മാത്രം മതി. ഇവിടെ ലോങ് റേഞ്ച് അടിക്കാം. അവൻ കണ്ടിട്ട് കുറച്ച് പ്രോയാണെന്ന് തോന്നുന്നു. ഒരു ബ്രോ കമ്മിറ്റ് ചെയ്തു, അതുകൊണ്ട് ജയിക്കണം. ഓർത്തും ചാടി വാടാ. പിന്നെ ഇവിടേക്കുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെ കാണുന്നില്ല. ഇറങ്ങാൻ ഒരു എൻ്റെ ബാക്കി ആവുന്നുണ്ട്. നമുക്ക് ഗ്രാനേഡ് ഇടാം. മെട്ടടിക്കുന്നു. എന്നെ കൊന്ന് അത് എല്ലാം ആടായിരുന്നു ഇവരെ. ഈ കളിക്ക് നമുക്ക് പിടിക്കണം. അടിക്കണം. ഇതൊക്കെ നമ്മൾ സെറ്റാക്കും. അതാണ് നമ്മൾ എന്തായാലും അവനെ തോന്നിക്കും. അവിടെ ഉണ്ട്. എന്നെ കൊന്ന ഹെഡ് ഷോട്ടാ. വാട്ട് ബ്രോ. ഈ കളിക്ക് തോക്കൂന്നാണ് തോന്നുന്നത് ആ ബ്രോ. എന്തോന്ന് ചെയ്യണമെന്ന് തന്നെ തെറ്റിയിരിക്കുകയാണ്. എനിക്ക് എന്തോന്ന് ചെയ്യാനോന്ന് അറിയുന്നില്ല. എന്താ നാം കാണിച്ചത്? എന്തൊക്കെയാ കാണിച്ചത്? ഇപ്പൊ ഒരു ചാടിക്കോ ചാക്കോ. എന്ത് കാണുന്നില്ലല്ലോ. എന്നെ കൊന്നു. അത് എന്നെക്കാട്ടി വലിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ റോളാണെന്ന് അറിയില്ല.
എന്നാൽ ഒരു കളിക്ക് ജയിച്ചില്ലേ അത്രയും വലിയ പ്ലെയറായിട്ട്. ഓ സാൻഡിനോയ്ക്ക് എബിലിറ്റി ഉണ്ട്. അതിനകത്ത് എബിലിറ്റി ഉണ്ട് സാൻഡിനോട്. ഇപ്പം വരും ചാടിയിട്ടത് ചാടാൻ പറ്റിയില്ല. വല്ലാത്തൊരു സീനൊക്കെ തോറ്റി. നമുക്ക് ഒന്നുകൂടെ കളിക്കും. ഒന്നുകൂടെ കഴിച്ചു. ഒന്നുകൂടെ. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആരുമില്ല. ടീം ഇൻവിറ്റേഷൻ സെൻഡോ എന്താ ഇപ്പോൾ സംഭവിച്ചു? അയ്യോ വേണ്ട, ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എന്താണ് സംസാരിക്കാൻ പറ്റാത്തത്? ഇതല്ല എനിക്ക് സിംഗിളുണ്ട്. അപ്പോൾ ഇത്തവണ എങ്ങനെയെങ്കിലും ജയിക്കും. ദാറ്റ്സ് ദ മൈൻഡ്. മൈൻഡ് അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് എനിക്കൊന്നറിയാം. നമുക്ക് നന്നായിട്ട് കളിക്കാൻ നോക്കണം ഗൈസ്. അയ്യോ വേണ്ട. പൊട്ടാസ് ഗൺ അത് കണ്ട സെക്കൻഡ് ഇത് പൊട്ടും. കൊളംബരെ ഡാമേജ് ഉണ്ട്, അല്ലാതെ പൊട്ടമ്പര് നല്ല ഡാമേജ്. ഇനി ഏറ്റ പേരാണ് പൊട്ടാസ്. ഇവിടെ പുലിയാണ് ഗൈസ്. ഇങ്ങനെ ഇരിക്കാം. അതെ ഓക്കെ ആരും ഇല്ലല്ലോ. സൈസൊന്നും വരുന്നില്ല. അവൻ്റെ സിഗ്നൽ കൊടുക്കാം. എന്താ പുള്ളക്ക് തിരിഞ്ഞു പോകുന്നുണ്ടോ? വഴിയായിപ്പോയി. അവൻ ബോട്ടാ. ബോട്ടായി. നമുക്ക് വേറെ കളി എടുക്കും. കാരണം അവൻ ബോട്ട് പിന്നെ എന്തോന്ന് കളിക്കാൻ. അത് ചുമ്മാ അല്ല അവൻ വരാതിരുന്നത്. നമുക്ക് പ്രാന്താണ്, പക്ഷെ അവൻ ബോട്ടാണ്, നമ്മൾ പ്രാന്താണ്. അവന് ബോട്ടാണ്. അല്ല ശരി, എനിക്ക് പ്രാന്താണ്, പക്ഷെ അവൻ ബോട്ടാണ്. റെഡി. നമുക്ക് ഇപ്പോഴും പൊട്ടാസ് കൊടുക്കാം. ഇത് പൊട്ടിക്കില്ല. പൊട്ടിക്ക് അവിടെ ഉണ്ടോ? നമുക്ക് അങ്ങോട്ടൊരു വെടി വെച്ചിട്ട് ഈ സൈഡിലോട്ടൊരു വെടി വയ്ക്കാം. നീ ഇങ്ങോട്ട് അവൻ അതല്ലേ അവൻ. അതെന്താ നമ്മൾ ഇറങ്ങേണ്ടി വരും. എന്നെക്കൊണ്ട് how is that possible bro? ഇമോട്ട് കളിയാക്കുന്നു. ഓക്കെ എന്നിട്ട് ഇമോട്ട് വെച്ചത് പൊട്ടാസ് പൊട്ടിക്കണം. പൊട്ടാസ് കണ്ടുവെച്ചാലും ഇരിക്കേ ദോഹിക്കുന്നു. അല്ല അവിടെ ഇല്ലാന്ന് അവർ മനസ്സിലായി. അയ്യേ അത് കിട്ടി. ഈനൊക്കെ എന്തിനാ അപ്പോൾ വിളിച്ചിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിരിക്കുന്നു.
ഞാനും അവനും ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തിനാണെന്ന് അവനും അറിയില്ല എനിക്ക്. ഡെസേർട്ടുകളാ. വൺ ടാപ്പ് അല്ലേ ഹെഡ് പൊളിക്കും. ഇല്ലേ വൺ ടാപ്പ് എൻ്റെ ഏരിയ അത് നോക്ക്. ആ കുഴപ്പമില്ല. അത് വൺ ടാപ്പ് ഇങ്ങനെയൊക്കെ വൺ ടാപ്പ്. That was seed, guys. Seed. That was really seed. That was two. ആ കണ്ടേ അതുകൊണ്ട് ഇഴഞ്ഞു കരുതി ഇരുന്നോണ്ട് ചാടിപ്പോയി. ഇങ്ങോട്ട് കയറാനുള്ള പരിപാടിയാണ്. മനസ്സിലായി. ഇവിടെ ഇല്ലേ? ബാക്ക് ദോണ്ട വരുന്ന കാലം. അതുകൊണ്ട് അവനൊക്കെ ഇവിടെ എങ്ങനെ എത്തി ആലോചിക്കുന്നത്. അതവനുണ്ട്. ഇപ്പൊ ചാവും. ഇത് എല്ലായിട്ട് അടിപൊളിയായിട്ട് കളിച്ച്. ശരിക്കും സൈക്കോനെ പോലെ കളിച്ച്. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ എടുക്കാൻ പറ്റിയ ഗൺ എന്തൊക്കെയാണെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും. ഞാനല്ലാന്ന് വലിയ ഡയലോഗ് ഓടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. വീണേൻ്റെ ലോങ് റേഞ്ച് കിട്ടും. അതുകൊണ്ട് വലിയ ഇല്ല പഠിക്കും. സാൻ ചാടിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാടിയില്ലെങ്കിൽ നോന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഉണ്ട് തോണ്ട. ഇവിടെ വന്ന് എന്നെ കൊന്ന്. എനിക്ക് ഇമോട്ട് ഇടുന്നു. എന്നെ എങ്ങനെ അവൻ കൊല്ലാനാണ്? എന്നെ വെറുതെ അവിടെ ഒരു ബോംബിട്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവന് ബോംബിട്ട് അവൻ കില്ലായിരുന്നു. അല്ലെങ്കിൽ വീണ്ടും ഒരു ഇവിടെ വെച്ച് ഡെഡാവുണ്ട്. ഏതാ മോനെ? അവനെ കൊണ്ടില്ല. അയ്യോ എന്നെ കൊന്ന്. അവനും എനിക്ക് എന്നിട്ട് എന്ത് അവസ്ഥയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാൻ അവനെ കൊല്ലുവോ? കൊല്ലണം. അയ്യോ ഇപ്പൊ പരസ്യം ആലോചിച്ചുള്ളു. ഇതിൻ്റെ അടുത്ത് എന്ത് സംഭവിക്കുന്നത് എന്നെപ്പോലെ അവനും വിചാരിച്ചു കാണും. ചിലപ്പോൾ അവൻ തോക്കും. അല്ലെങ്കിൽ അത് കണക്ക് ആലോചിച്ചേ ഉള്ളൂ. AWM തേങ്ക അവരിപ്പോൾ ഇങ്ങോട്ടായിരിക്കും വരുന്നത്.
ചത്ത്. അങ്ങനെ ഫൈനലി ഈ കളി സൂക്ഷിച്ച് കളിച്ചാൽ നമ്മളെ ജയിക്കത്തുള്ളൂ. ഈ എക്സ് മാർക്ക് ഇപ്പറാണ് കാണുന്നത്. ഈ വെടി ചെയ്യണം. ഇത് വെയിലെന്നായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കളി എന്ന് ജയിക്കുന്നത്. അപ്പം ഇപ്പം ചാടിയോ നാന്തരമാണ് അവനാണ് കുറച്ച് വിട്ടടിക്കും പക്ഷെ എങ്ങനെയാണ് കളി ജയിച്ചതെന്ന് ദൈവത്തിനറിയാം. നല്ലതെന്ന് പറഞ്ഞാൽ പറയാൻ നല്ല ടഫുണ്ടായിരുന്നു. ഞാൻ പിന്നെ വലിയ പോയല്ലാത്തതുകൊണ്ട് എനിക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. പിന്നെ ഒരു സംഭവം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ മന്ത് എന്ന് വെച്ചാൽ എല്ലാ മന്തിലും കാണും. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ നല്ല ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പറയും. ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ അവരെ പറയുന്നതായിരിക്കും. അവരെ പറ്റി ഏറ്റവും ബെസ്റ്റായിട്ട് കമൻറ്റ് ഇടുന്നവരെ ഫസ്റ്റ് സെക്കൻഡ് ഏറ്റവും നല്ലതായിട്ട് മോട്ടിവേറ്റ് അല്ലെങ്കിൽ നന്നായിട്ടൊരു കമൻറ്റ് ഇടുന്നവരെ ഞാനിവിടെ ഈ വീഡിയോയിനകത്ത് പറയുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ നെഗറ്റീവ് കമൻറ്റ് അല്ല, നല്ല മോട്ടിവേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ എല്ലാവരുള്ള നല്ല കമൻസും എല്ലാം പറയുന്നവരെ. ഇപ്പോൾ എല്ലാവരും നെഗറ്റീവ് കമൻസ് വരാറില്ല. അതേപോലെ നിന്ന് കൊള്ളാം. മോട്ടിവേഷൻ കൊടുക്കില്ല. എന്നെ പോലെ ഒരു സാനിനും കൂടെ ഉണ്ട്. ഈ സാനിനോട് എബിലിറ്റി കൊടുക്കുന്നു. എബിലിറ്റി കാണുന്നില്ല. ഇപ്പൊ കയറി ചാടിയിരിക്കണം. ഇപ്പൊ ഇവിടെ എനിമീസ് കാണും. എൻ്റെ കാൽക്കുലേഷൻ തെറ്റാറില്ല. അതാണ് നമ്മുടെ ടീമേറ്റ് ഒരാള് എന്നെ കൊന്ന് ഞാൻ വെടിയിക്കാൻ എനിക്ക് പറ്റില്ല. അവരെ എഴുത്തില്ല, വേഗം മേടിക്കായിരിക്കില്ലയോ. ഈ ശിവമാരൊന്ന് ചേച്ചി അത്രേ ഉള്ളൂ. പെട്ടെന്ന് എനിക്കാണ് അല്ല ലെറ്റ്സ് സൈറ്റ് കുഴപ്പമില്ല. നമുക്ക് ആ ലീഡ് മേടിക്കാം. നന്നായിട്ട് കളിച്ചാൽ നമുക്ക് ലീഡൊക്കെ മേടിക്കാം. ലീഡ് മേടിക്കാം. വേറെ എല്ലാ ഇത് മറ്റേ ഇല്ല ഫാം ഹൗസൊക്കെ ആണെങ്കിൽ വണ്ട് സിംഗിൾ ഷോട്ടാണ്. പിന്നെ വെക്കി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡിം ഭയങ്കര കാണാം. അതുകൊണ്ടാണ് എടുക്കാത്തത്. നല്ല ഗണ്ണൊക്കെയാണ്. ഇപ്പൊ ഒരു ലെറ്റ്സിനാണ്. ഇത് ആരാ ലെറ്റ്സ് എന്ന് എനിക്കറിയുന്നില്ല. എല്ലാം റിവൈവ് ചെയ്തവരാണോ എന്ന് പറയുമ്പോൾ പോകുമെന്ന് ഇതല്ലേ ഉള്ളൂ. ലെറ്റ്സ്
ലെറ്റ്സ് ഇതാണ് ലെറ്റ്സ് നോക്ക് ഡൗൺ ആയി. AW ശേഷം വലിയ രീതിയില്ല. എൻ്റെ ഫസ്റ്റായി ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫേവറേറ്റ് തന്നെ AW ആണ്. പക്ഷെ ഇപ്പം അതൊന്ന് മാറി. ഗ്രൂപ്പൊക്കെ ഒന്ന് കളിച്ചപ്പോഴേ എനിക്ക് സുഖമായിട്ട് അവനെ അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൻ ഓർക്കൻ്റെ ഷോർട്ട് ഗൺ ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം പറ്റിയത്. നന്നായിട്ട് അടിച്ചു കിട്ടുന്നുണ്ട്. ഇപ്പം G36 പിന്നെ അല്ല G36 കറക്റ്റിന് അടിക്കുന്നത്. പിന്നെ ലോങ് റേഞ്ച് അല്ലേ പോകത്തുള്ളൂ. ഇനി ഒരുത്തനും കൂടെ ഉള്ളൂ. സെൻ്റെ ടീമിൽ ലെറ്റ്സിന് ബുദ്ധി കൊണ്ടുകൊണ്ടാണ് അവൻ ഒറ്റയ്ക്ക് കയറിയത്. ലെറ്റ്സ് ചുമ്മാ അല്ലേ ഇവനെ ലീഡൊക്കെ കിട്ടിയത്. എടാ ലെറ്റ്സ് ഇറങ്ങ്. ലെറ്റ്സാണ് ആകപ്പാടുള്ളൊരു പ്രതീക്ഷ. ലെറ്റ്സ് അത് കൈവിടുവരുതോ. ലെറ്റ്സിനെ ഹെഡ് അടിച്ച് ഞാൻ ലെറ്റ്സിനെ വിളിച്ച് അവന്മാർ 3 പേരാ. That's insane. That's insane, brother. Bro, that's insane. നമ്മൾ റേഞ്ച് എടുത്തിട്ടുണ്ട്. അലി വേണ്ട അസോൾട്ട് എടുക്കട്ടെ. ഭയങ്കര ഹാർഡായിപ്പോയി. ഇവ ഈ സാ ബിൽഡിങ് എങ്ങനെ കയറി പറ്റുന്നതായിരുന്നു. പിന്നെ കളിയെല്ലാം സിമ്പിളായാല് അവന് ഒറ്റക്കിന്ന് കളിച്ച് മറ്റവൻ ഇതായില്ലല്ലോ. പക്ഷേ ഞാൻ എങ്ങനെ അവനെ കൊന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കളി വെച്ചാൽ. SVD 1500 ഇല്ലേ G36 എന്നായിരിക്കും. തോറ്റു പോയില്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം. അയ്യോ കളി ഈശ്വരേ. പിന്നല്ല എന്റെ ടീം ഇവനിപ്പോ ഇവിടെ വന്നാ എന്റെ മാസ് ഡയലോഗ് അടിച്ചപ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന കയറിയുണ്ട്. ഇനി ആരൊക്കെ ഉണ്ട് എനിക്കറിയാം ഇവനായിരിക്കും. കൊട്ടാവാടിക്ക് അടിച്ചു.
ഇപ്പം ഡെഡായനെ. ഇവൻ ചുമ്മാ ഇരുന്ന്. എൻ്റെ പേരെന്താ? ലെറ്റ്സ് തന്നെ. ലെറ്റ്സ് എന്തൊക്കെയോ കാണിക്കുന്നു. ലെറ്റ്സ് ഇപ്പം കളി തോപ്പിച്ചിട്ടാണ് നമ്മളെ. പെട്ടെന്ന് അവിടെ ഒളിച്ചിരിക്കണം. അവിടെ താഴെ ആൾക്കാർ ഒരു മിനാസായിട്ട്. ചാടി നൂബ്. ഇവിടെ അടുത്തുണ്ട്. അവനെ കാര്യം തട്ടി. അവിടെ ആരാള ഇവിടെ ഇരുന്ന് നട്ടിരിക്കും. ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു. അല്ല ഉണ്ട്. പിന്നെ വീട്ടിൽ പോയാ. ഇപ്പം എനിക്ക് എത്ര ഇതായെന്ന് നോക്കട്ടെ. പക്ഷെ എനിക്കത് ലോൺ വൂൾഫ് കളിക്കുമ്പോൾ അത് ലെസ്സായി പോകുമെന്ന് തോന്നുന്നു. ടീം അപ്പ് എന്നും പറഞ്ഞ ഓരോ ഇത് തന്നു. എന്ത് വീണ്ടും കളി ചെയ്ത് കൊടുക്കല്ലോ. ഈ കളി എന്താവും ദൈവത്തിനറിയാം. ഈ കളി കഴിഞ്ഞിട്ട് ഈ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ കളിക്ക് ജയിക്കുവാണെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊന്നുകൂടെ കളിക്കും. എൻ്റെ ഏത് ഇമോട്ട്സ് ഉണ്ടോ? ഇതാണ് നിങ്ങൾ എൻ്റെ പ്രോ വെർഷനാണ് കാണാൻ പോകുന്നത്. എന്നെ അടിച്ച് ഹെൽപ്പ് വേഗം ഓട്ടെ. എന്താ ഹെൽപ്പ് ചെയ്യാൻ? ഐസ് അവ ഓടുന്നു. ഫസ്റ്റ് കളി എന്തായാലും അവന്മാർ പോയി. എൻ്റെ പ്രോ വേർഷൻ ആക്റ്റീവ് ആയില്ലേ? അത് എൻ്റെ കുഴപ്പമില്ല. ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആയിട്ട് കാണിച്ചു തരാം. ഈ കളി ഒരു പൊളി വിളിക്കാൻ പോണ്. എനിമീനെ കാണാൻ അവിടെ 3 എണ്ണം ഉണ്ട്. ഇപ്പോൾ കുക്കായി കാണും. ദാണ്ട പോകുന്നത് നോക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തന്നെ നോക്ക് ചെയ്തിട്ട് അവിടെ കുറേ പേര് ഇനിയുണ്ട്. അവരെയൊക്കെ റിവൈവ് ചെയ്യണം. അവിടെ ഇവര് നമ്മളെ 2 ഇവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് കുറേ അതുകൊണ്ട് എല്ലാവർക്കും കളി സ്റ്റാർട്ടാകുമ്പോഴത്തേക്ക് ഏറി ഒന്ന് പൊട്ടിച്ച് പടക്കം കളി സ്റ്റാർട്ടാവും. ദീപാവലി ആണെങ്കിൽ പടക്കം പൊട്ടുന്നതെന്ന് പറഞ്ഞു നോക്കുന്നത്. അയ്യോ കളിയായി. ഇപ്പം തമാശ കാണിക്കാൻ എൻ്റെ അടുത്തായിരിക്കും.
need to walk. Double takedown. ഓ ചേച്ചി വിക്ടറി. ഇപ്പോഴും എനിക്കല്ല ഹൈ സ്കോർ, വേറെ ഏതൊരു എനിക്ക് ഹൈ സ്കോർ വേണം. സംതിങ് Resources here. ഗൈസ് ഈ കളി നമുക്ക് ഇങ്ങോട്ടൊരു ചലഞ്ച് ചെയ്യാം ഗൈസ്. ഒരു കളിക്ക് വെറും അസോൾട്ട് വെച്ച് മാത്രം ജയിക്കും. ചില കളിക്ക് മറ്റേ വാളൊന്നും നോക്കണ്ട. കളി വരുന്നു. ഓ എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല. ഇവിടെയാണോ വിളിച്ചിരിക്കുന്നത്? ദിസ് ഇസ് തമ്മി. നോക്കിട്ട് അവ ഇപ്പൊ റിവൈവ് ചെയ്തല്ലോ. ഇപ്പത്തെ നോക്കിട്ട് I need to walk. അവൻ്റെ അടുത്ത് നിന്ന് നോക്ക്. എന്നെ ഹെൽപ്പ് Double takedown. കളി പറ്റും. Double takedown. എൻ്റെ നന്നായിട്ട് പ്രോ ആവേണ്ട ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ പ്രോ അതിൻ്റെയാണ് ജയിച്ചത്. ഇപ്പോൾ പ്രോ ആവാം. പ്രോട്ടോടൈപ്പ് ഡിസ്ട്രോയ്. ഇവിടെ ഓർഡർ അടിച്ചേ. നമുക്ക് ആർക്കെങ്കിലും അറിയൂ? ലോങ്ങാണോ പുള്ളി? ഡിസ്ട്രോയ് എന്നാണ് കാണിച്ചിരുന്നത്. പൊള്ളിക്കും. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ൂടിക്കോ. എനിക്ക് എഴുത്തില്ല. വേറെ ബെഡ് അടിക്കും. വന്നിട്ട് വിളിക്കാം. അയ്യോ Double takedown. പെട്ടേ. ഇടം വലിച്ച് എനിമീസിന് ഇവിടുന്ന് ഇരുന്നുണ്ടോ? എന്നെ ഇവിടുന്ന് ഇവിടെ ഓർത്തും ഉണ്ടായിരുന്നു കാലമാടൻ. അയ്യോ ഓർമ്മക്ക് ഞാൻ പ്രോ ആയില്ല. നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കാത്തതിൻ്റെ പ്രശ്നമായി. നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കാത്ത എന്തായിരുന്നു ഞാൻ പ്രോ ആവേണ്ട കാര്യം? പ്രോ ആവേണ്ടി വരും. ഇത് തമാശ കളിച്ചിട്ട് കാര്യമില്ല. ശരിക്കും റിയൽ ലൈഫിൽ പ്രോ ആവേണ്ടി വരും. ഇത് നമുക്ക് എല്ലാം കളിച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇത് വെച്ച് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഈ ഭയങ്കര പാറാണ് ഓർഡെന്നുള്ള ഈ പാട്ട്. ഡിസ്ട്രോയ് എനിമീസ്. എനിമിയുണ്ട്. മാറ്
ആ കളി ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ശരിക്കുള്ള പ്രൊയായത് കോർഡിൻ്റെ പവർ ഉണ്ട് ഗൈസ്. ഇതാണ് കോർഡ്. ഹൈ ഈ വലിയൊരു ഇതൊന്നുമില്ല, വലിയൊരു ഹൈറ്റ് ഒന്നുമില്ല. ഒരു മീഡിയം രീതിയിലേ അവൻ ചാടുള്ളൂ. ഡ്രാഗൺ ഫ്രീസ് ഇരിക്കട്ടെ. അത്ര മതി. മണി ഈസ് പ്രീഷ്യസ്, ഡോണ്ട് വേസ്റ്റ് മണി. വിളിച്ചോണ്ട് കയറാൻ നിന്നെപ്പോലെ Double takedown. ഓരോരുത്തരും വിളിക്കാൻ വന്നില്ല. എനിക്കൊരു ഫീൽ എന്താണ് കാവയ്യേ. കാരണം ഒരുത്തനും ഹൈസ്കോർ എനിക്കായാലും എന്താ അതുകൊണ്ട് ഒരുത്തനും തിരിഞ്ഞു നോക്കിയില്ല. തരണ്ടില്ല. തരാ ഇതാരൊക്കെയാണ് ഗൈസ്? ഹലോ ഹിന്ദിക്കാരല്ലേ? ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. പ്രഭാതോ എനിക്ക് സംസാരിക്കാൻ ഇത്രയും പറ്റുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ 77 ആയിട്ടുണ്ട്. നമുക്ക് ഈ കളിയും കൂടെ നോക്കിയാലോ? ഒരു കളി നോക്കാം. വാഫ് സാറാ വാഫ് ആരൊക്കെയോ വന്നിടുന്നുണ്ട്. വാഫ് ആരാ? മലയാളിയാ? എനിക്കിതാരെ മനസ്സിലാവുന്നില്ല ഗൈസ്. ആമ എന്താണെന്ന് ചെയ്യണം നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ കമൻറ്റ് ചെയ്യാത്ത? എന്താണ് വൈ ഗൈസ്? ഈ പൊട്ട കാണിക്കുകയാണ് വീഡിയോ ഇടുന്ന വെച്ചാൽ മൈൻഡപ്പിനെ ആയിരിക്കും നല്ലത്. കാരണം ഇവനൊന്നും ചെയ്യുന്നില്ല. നമ്മളൊന്നും അൺഫ്രണ്ട് ചെയ്തല്ല. എന്തിനത് ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ അൺഫ്രണ്ട് ചെയ്ത്? നമുക്ക് വേറെ ഏതെങ്കിലും ഫ്രണ്ടിനെ കേട്ടാം. വാഫൊക്കെ പോയി, മാർക്കോ പോയി, എസ്റ്റിമേറ്റഡ്. നമ്മുടെ മച്ച ഓക്കെ. ഇനിയിപ്പോൾ ഇമോട്ട് എടുത്താ എന്തായി? ഒന്നുമില്ല.
Battle Royale. Battle. ഞാനാണ് ജമ്പ് മാസ്റ്റർ. ഫോണിൻ്റെ അതുണ്ടോ? ഞാൻ വീക്കിലെ മണ്ടയ്ക്കാണ് ഏതോ ഒരു വീക്കിലെ മണ്ടയ്ക്ക് വന്ന് അപ്പം ഇവിടെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ മഴയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീടിൻ്റെ അടുത്ത് എപ്പോഴും മഴയാണ്. ഈ സമ്മർദ്ദം പേര് മാത്രമേ ഉള്ളൂ, മഴയാണ്. ഇത് പറയാനാണ്. Head there. Got a gun. കിട്ടി. Capturing the revival point. MB40 മണ്ടയ്ക്ക് ചാടി വീഴും. പൊട്ടാസ് കണ്ണിന് ബുള്ളറ്റില്ല. പൊട്ടാസ് കണ്ണിൻ്റെ പ്രശ്നമാണിത്. ബുള്ളറ്റ് ഫ്രീ ഉണ്ട്. ഷോർത്തന്നെ ഇപ്പം ഡെഡാവാറായിട്ടുണ്ട്. ഇപ്പം ഡെഡാവുന്നാണ് തോന്നുന്നത്. അവൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഓടിപ്പോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അവനെ കാണാൻ കഴിയില്ല. അവൻ പിന്നെ ദൈവത്തിനടുത്ത് സേഫായി പോകും. അല്ല, അവനെ റിവൈവ് ചെയ്യാനൊക്കെ കാശുണ്ടേ. കാശിൻ്റെ കുറച്ചേ ഉള്ളൂ. എനിക്ക് കാശ് കുറവാണ്. നമുക്ക് ഏതെങ്കിലും നല്ല ഏതെങ്കിലും വെപ്പൺസ് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുള്ളൂ. നോക്കായി. Double takedown. ഇതൊക്കെ ഇവിടുത്തെ കാലമാണെന്ന്. ആരൊക്കെ ഇരുന്നിട്ട് Double takedown. ഈ ടൈപ്പ് ചാവാ. പീക്ക് വന്നിട്ട് അടിയോടടി. ടീം വൈപ്പ് ഔട്ടാ മോനെ. ആ ടീമൊന്ന് വൈപ്പാക്കിന്ന് വിട്ട്. എന്തിനായി ഒറ്റയ്ക്കൊരു ടീം അങ്ങനൊന്ന് വൈപ്പാക്കിന്ന് വിട്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ടീംമേറ്റിനൊന്നും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഫ്രീയോ? 600 രൂപ കൊടുക്കണം. നമ്മുടെ ഇതുവരെ ആ ഗണ്ണ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചുമ്മാ എന്ന് വെച്ചാൽ നമ്മുടെ ഇതുവരെ ആ ഗൺ, എനിക്ക് ഇതുവരെ ഈ ഗണ്ണ് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല. അതും ടീം വൈപ്പോട്ട്. Takedown spree. ആ ടീമൊന്ന് വൈപ്പാക്കി നീട്ടെ. അത്രേ ഉള്ളൂ. ഹെൽത്ത് അടിച്ചേക്കാം.
Yes. ഇപ്പൊ എന്താ സംഭവിച്ചേ? അയ്യാ ഇപ്പൊ എന്താ എന്ത് നടക്കുന്ന? അയ്യോ അറിയാതൊരു ബട്ടൺ അറിയാതെയാണേ എന്തോ പിടിച്ചേക്ക് ശ്രീനായി എന്തൊക്കെയോ എന്തിനാ ഞാൻ പേടിച്ചോടുന്നത്? ഇവിടെ എനിമീസ് കാണൂല്ലേ? ഇപ്പം തന്നെ വെറും 8 ഇല്ലേ? 13 ആൾക്കാരുണ്ട്. ഇല്ലേ വെറും 13 ആൾക്കാരേ ഉള്ളൂ. I want it, thanks. ധൈര്യമുള്ളവന്മാരെല്ലാം ഇങ്ങോട്ട് വാടാ. ഞാനിവിടെ ഇപ്പോൾ ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് കൊല്ലി. കണ്ടേ നിങ്ങൾ ഞാൻ പീക്ക് വന്ന് ഇത്രയും കിൽസ് എടുത്ത് എല്ലാവരെയും ഓടിച്ചു. അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ലൈക്കും സബ്സ്ക്രൈബ് മാത്രം എനിക്ക് വരേസ് എന്തായാലും നിങ്ങൾ ചെയ്യണം ഗൈസ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പ്രഭാസ് നമുക്ക് ഇവിടെ വിട്ട് പോവാം ഗൈസ്. കാരണം ഇവിടെ ഒറ്റ എന്തോ അത് ആരും ഇല്ലാത്ത പീക്ക് എല്ലാവരും ഞാൻ തന്നെ തട്ടിക്കൊണ്ടു. നമ്മുടെ ടീമേറ്റൊക്കെ ഒരു ടീമേറ്റ് ഇവിടെ ഉണ്ട്. അവൻ്റെ അടുത്ത് നിറച്ച് എനിമീസ് ആണോ എന്നറിയില്ല. അവൻ്റെ അടുത്ത് പാഴിന് ഒരു അവൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരുത്ത ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് പോയി പൊക്കണം. എങ്ങനെ പി പൊട്ടിക്കും കയറും ആൾക്കാർ. ബസ്സിലൊക്കെ നമുക്ക് ബാക്കിയുള്ള പറഞ്ഞ അടുത്തോട്ട് പോവാം. നമ്മുടെ ടീമേറ്റ് ചത്ത്. അവൻ്റെ ഡെഡ് ബോഡി കാണുന്നില്ല. ഇരുപത് നമ്മുടെ ടീമുകൾ കുറേ ഹെൽപ്പ് ചെയ്തില്ല. അവൻ പോയി. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.